സാർ നമസ്കാരം. നമസ്കാരം. ഇന്ന് ബഹുമാന്യനായ വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി പുതിയ മന്ത്രിസഭ കേരളത്തിൽ നിലവിൽ വന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തൻ്റെ കീഴിലുള്ള UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിന് കാണാൻ കഴിഞ്ഞത്. UDFന് ഇങ്ങനെയൊരു മിനിസ്ട്രി, ഇങ്ങനെയൊരു മന്ത്രിസഭ എനിക്ക് തോന്നുന്നു കെ കരുണാകരന്റെ കാലത്താണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനുശേഷം UDFന് മന്ത്രിസഭ കിട്ടിയപ്പോൾ ഘട്ടം ഘട്ടമായിട്ടാണ് രൂപീകരണം ഉണ്ടായതും മന്ത്രിമാരെ ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുകയും ഉണ്ടായത്. ഇത് തന്നെയാണ് കർണാടകത്തിലും എല്ലാം നമ്മൾ കോൺഗ്രസിന് മന്ത്രിസഭ കിട്ടിയപ്പോൾ കണ്ടത്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യമാണ്. അതായത് കേരളത്തിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടിയ 102 സീറ്റിന്റെ ഭൂരിപക്ഷത്തോടു കൂടി UDFനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ, അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി കൊണ്ട് തന്നെയാണ് UDFന് അത്രത്തോളം മികച്ച വിജയം നേടാൻ സാധിച്ചത് എന്ന് കേരളത്തിലെ സാധാരണക്കാരായ രാഷ്ട്രീയക്കാർ വരെ വിലയിരുത്തുന്നു. ടീം UDFന്റെ പ്രവർത്തനം തന്നെയാണ് മിന്നുന്ന വിജയം എന്ന് വി.ഡി. സതീശൻ പറയുന്നുണ്ടെങ്കിലും അത് അദ്ദേഹത്തിന്റെ വിനയവും ലാളിത്യവും എല്ലാം ആയി മനസ്സിലാക്കാം. ടീം UDF ആയി പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് വിജയം ഉണ്ടായത്. പക്ഷേ അദ്ദേഹത്തിന്റെ വളരെ അശ്രാന്ത പരിശ്രമം കൊണ്ട് തന്നെയാണ്, എണ്ണയിട്ട യന്ത്രം പോലെ രാവും പകലും പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുൾപ്പെടെ UDFനെ അധികാരത്തിലേക്ക് എത്തിച്ചത്. അവിടെ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലായത്, സർക്കാർ രൂപീകരിക്കുന്ന സമയമായി കഴിഞ്ഞപ്പോൾ അതിനുവേണ്ടി ഓടി നടന്ന് 102 സീറ്റിന്റെ വിജയം നേടിക്കൊടുത്ത വി.ഡി. സതീശൻ എന്ന നേതാവിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ചില ചരടുവലികൾ, അഥവാ വി.ഡി. സതീശനെ കവച്ചു വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ വേണ്ടി മറ്റു പല നേതാക്കന്മാരുടെയും ചില വടംവലികൾ നാം കണ്ടു. ഒടുവിൽ ഹൈക്കമാൻഡ് ഇന്റലിജൻസ് റിപ്പോർട്ട്, അതായത് എനിക്ക് തോന്നുന്ന ഇന്ത്യയുടെ ഇന്റലിജൻസ് റിപ്പോർട്ടിനേക്കാൾ മികച്ചൊരു ഇന്റലിജൻസ് വിഭാഗം കോൺഗ്രസിനുണ്ട്. അവരുൾപ്പെടെയുള്ള ആളുകളുടെ റിപ്പോർട്ട് മനസ്സിലാക്കി, കേരളത്തിലെ ജനഹിതം മനസ്സിലാക്കി, AK ആന്റണി പോലുള്ള പ്രവർത്തക സമിതി അംഗങ്ങളുടെ അഭിപ്രായം കണക്കിലെടുത്ത് VM സുധീരനെ പോലുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടി അങ്ങനെ ഒരു 11 ദിവസത്തെ മാരത്തൺ ചർച്ചയ്ക്കൊടുവിലാണ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് നിശ്ചയിക്കുന്നത്. എന്നാൽ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി നിശ്ചയിച്ചതിന് ശേഷം 2 ദിവസത്തിനുള്ളിൽ ആണ് അദ്ദേഹം കാര്യങ്ങളെല്ലാം തീരുമാനിച്ചത്. അതിന് ഹൈക്കമാൻഡിന്റെ ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അഥവാ ഹൈക്കമാൻഡിനെ എല്ലാം ത്വരിതഗതിയിൽ ഇടപെടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒപ്പം ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു എന്നുള്ളത് വി.ഡി. സതീശന്റെ വലിയ മിടുക്ക് തന്നെയായ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ഹൈക്കമാൻഡ് പോലും വി.ഡി. സതീശന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ കേരളത്തിലെ ചെറുതും വലുതുമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നോക്കിക്കാണുന്ന ആള് എന്ന രീതിയിൽ എന്താണ് സാറിന്റെ അഭിപ്രായം? അതായത് ഒരു വിസ്മയം തന്നെയാണ് വി.ഡി. സതീശൻ. നമ്മൾ മനസ്സിലാക്കുന്നതിനെക്കാട്ടും അദ്ദേഹത്തിന്റെ റേഞ്ച് എത്രയോ അകലെയാണ് എന്നുള്ള സത്യം. നമുക്ക് പിടിതരാത്ത അസാധാരണ കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് വി.ഡി. സതീശൻ്റെത് എന്ന് കൃത്യമായി ലോകത്തിന് മുന്നിൽ തെളിയിച്ച നിമിഷങ്ങളാണ് ഇതുവരെ കഴിഞ്ഞു പോയിട്ടുള്ളത്. ആദ്യം തന്നെ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ ഗ്രൂപ്പുകളുടെ തടവറയിലായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് മുഴുവൻ. എന്നാൽ 5 വർഷം കൊണ്ട് ഗ്രൂപ്പില്ലാതെ ഈ പ്രതിപക്ഷത്തെ ഒറ്റക്കെട്ടായി, പ്രത്യേകിച്ച് കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി നയിക്കുകയും അദ്ദേഹം ശക്തമായ രൂപത്തിൽ കോൺഗ്രസിനെ മാത്രമല്ല മുന്നണിയെ തന്നെ ടീം UDF എന്ന നിലയിൽ യോജിപ്പിച്ച് ഒറ്റക്കെട്ടായി പോരാട്ടം നടത്തുകയും ഓരോ തെരഞ്ഞെടുപ്പിലും വൻ വിജയം നേടുകയും ആ വിജയം അവസാനം UDFന് 100-ൽ പരം സീറ്റുകൾ നേടിക്കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്തു ഓരോ ഇലക്ഷനിലും ഈ ഇലക്ഷനിൽ ഇത്ര വോട്ടിന് ജയിക്കും. അങ്ങനെ തന്നെയായിരുന്നു തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും അതേപോലെ നിലമ്പൂരിലും. അതിനുശേഷം നടന്ന ലോക്സഭാ ഇലക്ഷനിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതേ അവസാനം നിയമസഭാ ഇലക്ഷനിലും അത് തന്നെ ആവർത്തിച്ചു. അത് തന്നെയാണ് ജനങ്ങളുടെ ഹിതം മനസ്സിലാക്കി എങ്ങനെയാണ് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് പ്രവർത്തിക്കുക, എങ്ങനെ ഓരോ ഭാഗത്തിന് വോട്ട് നേടാം, ആ കണക്കുകൾ അക്ഷരം പ്രതി ശരിയായിരുന്നു എന്ന് കാലം തെളിയിച്ചു.
ഈ അവസാനം 100-ൽ പരം സീറ്റുകൾ ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്നുള്ളതാണ് സത്യം. വി.ഡി. സതീശൻ എന്താണോ പറയുന്നത് അത് സത്യമാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു നേതാവ് കൂടിയുണ്ട്. അദ്ദേഹത്തിനെതിരെ ഏറ്റവും അധികം പ്രവർത്തിച്ച കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം 100 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് കിട്ടിയിരിക്കും, അദ്ദേഹം കണക്കറിയാതെ പറയില്ല. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെന്ന് കൂടി പറയുകയുണ്ടായി. മറ്റുള്ളവർക്ക് പ്രവചിക്കാൻ പറ്റാത്ത ഉയർന്ന ലെവലിലുള്ള ജനങ്ങളുടെ മനസ്സറിയുന്ന ഒരു നേതാവാണ് അദ്ദേഹം തെളിയിച്ചു. അതിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്? ഭരണത്തിൽ UDF-നെ തിരിച്ചെത്തിച്ച ശേഷം, അതും വൻ ഭൂരിപക്ഷത്തിൽ എത്തിച്ച ശേഷം, പിന്നെ അവിടെ കണ്ടത് നമ്മുടെ ചില നേതാക്കന്മാരുടെ ഇടപെടലും അത് തട്ടിയെടുക്കാൻ അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ സ്ഥാനം അദ്ദേഹത്തിന് തുടർച്ചയായി കൊടുക്കുന്നതിന് പകരം KC വേണുഗോപാലിന്റെ കൂടെയാണ് 10-47 പേർ. അതുകൊണ്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള ഒരു നറേഷൻ ഉണ്ടാക്കി കളിച്ചപ്പോൾ ഉണ്ടായത് എന്താണ്? മുമ്പെന്നത്തേക്കാൾ അദ്ദേഹത്തിന് UDF അധികാരത്തിൽ വന്നു എന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്ന സമയത്തുള്ളതിനേക്കാൾ 100 ഇരട്ടി ജനങ്ങളുടെ പിന്തുണയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. എല്ലാവരും പറഞ്ഞ് പട നയിച്ചവൻ തന്നെ നയിക്കട്ടെ എന്നുള്ള കൃത്യമായിട്ടുള്ള മുദ്രാവാക്യവുമായി ജനങ്ങൾ തെരുവിലിറങ്ങുകയും അതിന്റെ പ്രതിഫലനം ഹൈക്കമാൻഡിലെത്തുകയും അവസാനം രാഹുൽ ഗാന്ധിക്ക് താല്പര്യമുള്ള പ്രിയപ്പെട്ട മനസാക്ഷി സൂക്ഷിപ്പുകാരനായ KC വേണുഗോപാലിനെ മാറ്റി നിർത്തി വി.ഡി. സതീശനെ നിയമിക്കുകയും ചെയ്തു. അത് 12 ദിവസങ്ങൾ കടന്നുപോയ ശേഷം അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ മന്ത്രിസഭ വികസനം, മന്ത്രിസഭയിലുള്ള എല്ലാ ആളുകളെയും നിയമിക്കാനുള്ള അധികം സമയം വേണ്ട. അതുപോലെ തന്നെ എല്ലാ കക്ഷികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാം പൂർണ്ണമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, 20 പേരെ നിശ്ചയിച്ച് അദ്ദേഹം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. വെറും 2 ദിവസം കൊണ്ടാണ് കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും അതേപോലെ ജോസഫ് ഗ്രൂപ്പിലെയും എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചത്. മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം റെക്കോർഡ് സമയത്തിനുള്ളിലാണ് ഇത്രയും മന്ത്രിമാരെയും സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറിനെ എല്ലാം നിശ്ചയിച്ച് ചീഫ് വിപ്പ് ഉൾപ്പെടെയുള്ള ആളുകളെ നിശ്ചയിച്ച് ഒരു സത്യപ്രതിജ്ഞ നടക്കുന്നതെന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വി.ഡി. സതീശന്റെ മികവ് കൂടി തന്നെയാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ നമ്മൾ കേട്ടൊരു കാര്യം എന്താ വെച്ചാൽ 5 സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ നടന്നപ്പോൾ കേരളത്തിൽ മാത്രമാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കാത്തത് എന്നുള്ളതായിരുന്നു. ആ മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കാത്ത ഉത്തരവാദിത്തം ഹൈക്കമാൻഡ് തന്നെയായിരുന്നു. എന്നാൽ ഈ 5 സ്റ്റേറ്റുകളിൽ 4 സ്റ്റേറ്റിലും പൂർണ്ണ മന്ത്രിസഭ വന്നിട്ടില്ല. സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രി 3-4 മന്ത്രിമാരും മാത്രമാണ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. ബംഗാളിലും ആസാമിലും പുതുച്ചേരിയിലും അതേപോലെ തമിഴ്നാട്ടിലും ഇതുവരെ പൂർണ്ണമായ മന്ത്രിസഭ വന്നിട്ടില്ല. എന്നാൽ കേരളത്തിൽ അദ്ദേഹത്തെ നിയമിച്ചു, അദ്ദേഹത്തെ മുഖ്യമന്ത്രി സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞ് മിനിറ്റുകൾക്കകം അദ്ദേഹം 2 ദിവസം കൊണ്ട് എല്ലാം പൂർത്തിയാക്കി ഇന്ന് മന്ത്രിസഭ നിലവിൽ വന്നിരിക്കുകയാണ്. അതിന്റെ അർത്ഥം ഇനി എല്ലാവരും പറയുന്നത് എന്താണ്? KC വേണുഗോപാലിന്റെ 7 മന്ത്രിമാരിൽ 8 മന്ത്രിമാർ ആണ് കോൺഗ്രസിൻ്റെത് എന്ന് പറഞ്ഞിട്ടാണ് നറേഷൻ വരുന്നത്. അതേപോലെ രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞിട്ടാണ്. അതിന്റെ ഏറ്റവും വലിയ വകുപ്പ് ആഭ്യന്തരമന്ത്രിയായതിനാൽ അദ്ദേഹം മുമ്പ് ഉമ്മൻചാണ്ടിക്ക് പണി കൊടുത്ത പോലെ, സരിതാ നായരുടെ കേസ് എടുത്ത പോലെ ഇവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള നറേഷനാണ് രണ്ടാമത് വരുന്നത്. അപ്പൊ ഈ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും കൂടെ വി.ഡി. സതീശനെ ഒതുക്കും, വി.ഡി. സതീശനെ കൂടെ ഒരു മന്ത്രിമാര് പോലും ഇല്ല എന്നുള്ള നറേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വിഡ്ഢിത്തമാണ് എന്ന് തെളിയിക്കുന്നത് എന്താണ്? കഴിഞ്ഞ 5 വർഷം ഗ്രൂപ്പ് അടിച്ച് തകർന്ന് തരിപ്പണമായിരുന്ന കേരളത്തിലെ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് UDF-നെ മറ്റു കക്ഷികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ആ വിജയം 5 വർഷം കൊണ്ടുണ്ട്. UDF-നെ ഭരണത്തിൽ എത്തിച്ച അത്രയും കഷ്ടപ്പാട് ഇനി എന്തായാലും വി.ഡി. സതീശന് ആവശ്യമില്ല. ഇന്നലെ വരെ KC വേണുഗോപാലിന് സപ്പോർട്ട് ചെയ്ത 47 MLA-മാർ എന്ന് പറയുന്നത് ആ MLA-മാരെ അദ്ദേഹം ചാക്കിട്ട് പിടിക്കാൻ കാരണം ആവശ്യമുള്ള ഫണ്ട് കൊടുത്ത ഒരാള് എന്നുള്ളതും ഹൈക്കമാൻഡിന്റെയും രാഹുൽ ഗാന്ധിയുടെ ആളാണ് KC വേണുഗോപാൽ എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഞാൻ ഈ ഇതിലുള്ള 47 MLA-മാരിൽ ഏകദേശം 42 MLA-മാരുമായി ഞാൻ സംസാരിച്ചിരുന്നു. അവരെല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യം, ഞങ്ങൾ വി.ഡി. സതീശനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഉള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്,
KC വേണുഗോപാലിനെ ഇപ്പോൾ തള്ളിപ്പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹമാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫണ്ടും ബാക്കി ക്രമീകരണങ്ങളും അതേപോലെ വിമതന്മാരായി നിന്ന ആൾക്കാരെയൊക്കെ പിൻവലിപ്പിക്കാൻ എല്ലാ കാര്യങ്ങൾ ചെയ്തു തന്നതും അദ്ദേഹമാണ്. മാത്രമല്ല സീറ്റ് തന്നും അദ്ദേഹമാണ്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഞങ്ങൾ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞ് നന്ദി കെടാവില്ലേ? യഥാർത്ഥത്തിൽ ഞങ്ങൾക്കറിയാം VD സതീശനാണ് ഇതിന് പ്രാപ്തനായ ആള്. ഇത് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവേണ്ട കാര്യം, ഇപ്പോൾ ഇനി അധികാരം ആരുടെ കൈവശത്തേക്കാണ്? മുഖ്യമന്ത്രിയുടെ കൈവശത്തേക്കാണ്. അദ്ദേഹമാണ് ധനകാര്യമന്ത്രി. ഈ ഓരോ വകുപ്പും ചലിക്കണമെങ്കിൽ ധനകാര്യ വകുപ്പിന്ന് കൃത്യമായി ഫണ്ട് അലോട്ട് ചെയ്താൽ കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് നീങ്ങൂ. അത്തരം അവസ്ഥയിൽ VD സതീശൻ അത് കൃത്യമായിട്ട് നടത്തുകയും ഈ പറയുന്ന എല്ലാ മന്ത്രിമാരുടെ വകുപ്പിലും കൃത്യമായി മേൽനോട്ടം വഹിക്കാനുള്ള അധികാരം മുഖ്യമന്ത്രിയായ VD സതീശനുണ്ട്. സാർ, അത് തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ട വസ്തുത. കാരണം പൊതുഭരണം എന്ന ഒരു കാര്യം വരുമ്പോൾ എല്ലാ വകുപ്പിലും മുഖ്യമന്ത്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മേൽനോട്ടം ഉണ്ടെന്ന് തത്വത്തിൽ പറയുമ്പോൾ തീർച്ചയായും ഈ ഇടഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ KC പക്ഷത്തുള്ള ഈ മന്ത്രിമാരെല്ലാവരും സ്വാഭാവികമായും VD പക്ഷത്തേക്ക് വരും. നേരത്തെ സാറ് പറഞ്ഞതിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം ഒരു പക്ഷത്തിലും പെടാതെ UDF-നെ ഏത് വിധേനയും അധികാരത്തെ നയിക്കുക, കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി VD സതീശൻ മുന്നോട്ട് പോകുമ്പോൾ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം തുനിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇപ്പോ ഈ പല പക്ഷത്ത് നിൽക്കുന്ന മന്ത്രിമാർക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ മന്ത്രിമാർക്കും കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ AP അനിൽകുമാറും രമേശ് ചെന്നിത്തലയും ഒഴികെ ബാക്കി ഏതെങ്കിലും മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് VD സതീശന് സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക. ഇനി ഈ എല്ലാ മന്ത്രിമാരും സ്വാഭാവികമായും VD സതീശന്റെ ഭാഗത്തേക്ക് വരുന്ന കാഴ്ച അത് തന്നെയാണ് VD സതീശൻ ഉദ്ദേശിക്കുന്ന വിസ്മയം എന്ന് തന്നെയാണ് സാറിന്റെ വാക്കിയെന്നും എനിക്ക് മനസ്സിലായത്. കാരണം എല്ലാ ഗ്രൂപ്പ്, എല്ലാ വിഭാഗം, എല്ലാ വകുപ്പുകളും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാന വികസനം നടത്തണമെങ്കിൽ ഫണ്ട് വേണം. ധനവകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി കൂടിയാകുമ്പോൾ ഇതിന്റെ പദ്ധതിയും കാര്യങ്ങളും മുന്നോട്ട് പോകണമെങ്കിൽ കൃത്യമായ ഫണ്ട് ഇറേസിങ് നടക്കണം. ഈ ഫണ്ട് ഇറേസ് ചെയ്യുന്ന ആള് ധനവകുപ്പ് മന്ത്രി തന്നെയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ധനം കണ്ടെത്താനും അത് വേണ്ടത്ര രീതിയിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ വിനിയോഗിക്കണം എന്നുള്ള തീരുമാനം എടുക്കുന്നതും മുഖ്യമന്ത്രി കൂടിയാകുമ്പോൾ തീർച്ചയായും എല്ലാ മന്ത്രിമാരും അവർക്കൊരു പേരുദോഷം ഉണ്ടാകാതെ ഭരിച്ചു പോകണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ധനമന്ത്രിയുടെ സഹായം ഇല്ലാതെ പറ്റില്ല. അവിടെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നിന്നാൽ തീർച്ചയായും അവർക്ക് വീണ്ടും ജനങ്ങളെ സമീപിക്കാൻ പറ്റില്ല, അഭിമുഖീകരിക്കാൻ പറ്റില്ല എന്ന് വലിയൊരു പ്രശ്നം കൂടിയുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും VD സതീശൻ വിഭാവനം ചെയ്യുന്ന ആ ഒരു വിസ്മയത്തിലേക്ക് ഈ മന്ത്രിമാരെല്ലാം എത്തിച്ചേരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം. അതായത് ഇതിലെ ഏറ്റവും വലിയ കീറാമുട്ടിയായിരുന്നത് എല്ലാവരും ഉദ്ദേശിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം ചെയ്തത് എന്താണ്? രമേശ് ചെന്നിത്തലയുടെ അടുത്ത് പോയി താങ്കൾ എൻ്റെ ലീഡറാണ്, എനിക്ക് ഉത്തരവാദിത്വം വന്നു എന്നുള്ളത് പ്രശ്നമല്ല, താങ്കൾക്ക് ഇഷ്ടപ്പെട്ട വകുപ്പ് ഏതാണ് അത് ഞാൻ താങ്കൾക്ക് തന്നിരിക്കും എന്ന് കൃത്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരവും വിജിലൻസും കൊടുത്തു. അദ്ദേഹത്തിനെ പൂർണ്ണമായി സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ സ്വന്തം ലീഡറാണെന്ന് പറഞ്ഞുകൊണ്ട് താൻ മുഖ്യമന്ത്രിയാണെന്നുള്ള ഒരു വലിയ ഗർവ് കാണിക്കുകയല്ല പിണറായി വിജയൻ ചെയ്ത പോലെ, വലിയ ഗർവ് കാണിക്കല്ല ചെയ്തത്. അദ്ദേഹം സാധാരണക്കാരനായി നിന്നുകൊണ്ട് ഈ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പുള്ള VD സതീശൻ എന്താണോ മുഖ്യമന്ത്രി ആയ ശേഷമുള്ള VD സതീശൻ അതിനേക്കാളും താഴ്മയോടുകൂടി അദ്ദേഹത്തെ ചെന്ന് സവിനയം കാര്യങ്ങൾ പരിഹരിച്ച ഒരാളാണ്. 2 തവണയാണ് രമേശ് ചെന്നിത്തല. അതിലപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ നയതന്ത്രം വേറെ എന്താണ് വേണ്ടത്? നയതന്ത്രജ്ഞത എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അഹങ്കാരം കാണിക്കുമ്പോഴാണ് പൊളിയുന്നത്. ഇവിടെ അഹങ്കാരമില്ലാതെ എന്റെ ലീഡറാണ് താങ്കൾ കീഴിലാണ് ഞാൻ പ്രവർത്തിച്ചത്, താങ്കൾക്ക് ഇഷ്ടമുള്ള വകുപ്പ് എടുക്കാം എന്ന് പറഞ്ഞ നയതന്ത്രത അത് നിർബന്ധമായിട്ടും അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള വകുപ്പുകളിലും എല്ലാം ഉണ്ടാവുമെങ്കിലും ശരിയായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള കൃത്യമായ കഴിവ് ആർക്കുണ്ട്? അത് മാത്രമല്ല, അത് തെറ്റാണെങ്കിൽ തിരുത്തിക്കാനുള്ള കഴിവ് ഓരോ മന്ത്രിമാർ തെറ്റ് ചെയ്താൽ അത് തിരുത്തിക്കാനും ഡിസ്കസ് ചെയ്താൽ പറഞ്ഞു ബോധിപ്പിക്കാനും അതിനുള്ള അറിവും വിവരവും പ്രാക്ടിക്കലായ നോളജും അദ്ദേഹത്തിനുണ്ട്. ഇതാണ് സാറ് പറഞ്ഞ എടുത്തു പറയേണ്ട കാര്യം. അതായത് നയതന്ത്രജ്ഞതയുണ്ട്, രാഷ്ട്രീയ അവബോധമുണ്ട്, അതിനുള്ള പക്വതയുണ്ട്, അറിവുണ്ട്, കൃത്യമായ നിലപാടുണ്ട്. ഇത് കൂടിക്കഴിഞ്ഞാൽ ഒരു ഭരണാധികാരിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ലാളിത്യമുണ്ട്. ഇതാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതേ സമയത്ത് താൻ ഇതുവരെ വിജയിച്ചിട്ടോ തന്റെ കഴിവും സാമർഥ്യവും വിവരവും പ്രാക്ടിക്കലായിട്ടുള്ള അറിവും വിഷനും ഉള്ളത് കൊണ്ടാണെന്നുള്ളതാണ് അദ്ദേഹം വിജയിച്ചു പോകുന്നത്. അല്ലാതെ വെറുതെ ഇങ്ങോട്ട് വിജയിച്ചു പോകുന്നതല്ല. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഓരോ മന്ത്രിമാരും ചെയ്യുമ്പോൾ
അത് കൃത്യമായത് ഇങ്ങനെ ആയിരിക്കണമെന്ന് അവരെ തിരുത്തിക്കാനും അവർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യം ഓപ്ഷൻ കൊടുക്കാനും അദ്ദേഹത്തിന് കഴിവുണ്ട്. അതിനുള്ള എല്ലാ പഠനങ്ങളും റിസർച്ചുകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആ റിസർച്ച് ഓരോ കേരളത്തിലെ 20 മന്ത്രിമാർക്കുള്ള വകുപ്പുകളിൽ മാത്രമല്ല അല്ലാത്ത കാര്യങ്ങളിലും അദ്ദേഹം വളരെയധികം പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വി ഡി സതീശനെ കഴിഞ്ഞ കുറച്ചു കാലമായി കൃത്യമായി നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പഠിച്ചതെന്തിനാ വെച്ചാൽ അദ്ദേഹം എങ്ങനെയാണ് ഈ അത്ഭുതകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നമ്മൾ ആക്ച്വലി അദ്ദേഹത്തിന് തടസ്സമായ ഒരു കാര്യത്തെ മറികടന്നത് എങ്ങനെയാണ്. കേരളത്തിലെ ജനം ആദ്യം അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കുന്നില്ല എന്ന് പറഞ്ഞ് KC വേണുഗോപാലാണെന്ന് പറഞ്ഞൊരു ഘട്ടത്തിൽ കേരളത്തിലെ ജനം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പുണ്ടായതിനേക്കാൾ 100 ഇരട്ടി ശക്തിയാണ് കൊടുത്തത്. അത് തിരിച്ചറിഞ്ഞു ആർക്ക്? ഹൈക്കമാൻഡിന്. VM സുധീരനും K മുരളീധരനും ആ കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രമല്ല അവർക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു. ഇന്ന് നമ്മുടെ രാഹുൽ ഗാന്ധി നമ്മുടെ രാഹുൽ ഗാന്ധി വന്നപ്പോൾ അദ്ദേഹം നേരിട്ട് കണ്ടല്ലോ. പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ നേരിട്ട്, ഖാർഗെ വന്നപ്പോൾ നേരിട്ട് കണ്ടല്ലോ. കേരള ജനം വന്ന് അവിടെ ഒന്നിച്ച് അവിടെയുള്ള ഒരു ആർപ്പും വിളിയും സപ്പോർട്ടും VD സതീശൻ എന്ന് പറയുന്ന ഒരാൾക്കുള്ള ജനങ്ങളുടെ വികാരം ഇന്ന് വന്ന എല്ലാ ചാനലുകളിലും വന്ന ആളുകൾ ഓരോരുത്തരെയും റെസ്പോൺസ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരെല്ലാവരും പറഞ്ഞിട്ടുള്ള VD സതീശൻ എന്നാണ്. VD സതീശന്റെ സത്യപ്രതിജ്ഞ ഞങ്ങൾ വന്നാണ് 2 ദിവസം 3 ദിവസം മുമ്പ് ഞങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന ആൾക്കാർ സ്റ്റേഡിയത്തിൽ ആദ്യം പന്തലുണ്ടാക്കി വീണ്ടും 2 പ്രാവശ്യം കൂടി അത് കൂട്ടി യോജിപ്പിച്ചിട്ടും പിന്നീട് ആളുകൾ മഴ കൊണ്ട് പുറത്തു നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ടെലിവിഷന്റെ മുമ്പിലും മൊബൈലിലും കൃത്യമായി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു സംഭവം ഈ VD സതീശന്റെ സത്യപ്രതിജ്ഞയാണ്, ഈ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയാണ്. ഒരു കാലഘട്ടത്തിലും ഇത്ര ജനപിന്തുണയോടുകൂടി ഒരു മന്ത്രിസഭ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് VD സതീശന്റെ കഴിവാണ്. അതിനകത്ത് വേറെ ഒരാളുടെയും കഴിവല്ല എന്ന് തീർത്ത് പറയാൻ പറ്റും. കാരണം VD സതീശൻ നയിക്കുന്ന ആൾക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. ആ ക്രെഡിബിലിറ്റിയുടെ വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ഈ നിമിഷം വരെ അത് പുലർത്തിയിട്ടുണ്ട്. നാളെ നമുക്കറിയില്ല, നമ്മളെ കണക്കൂട്ടൽ അദ്ദേഹം തീർച്ചയായും ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ മൈലേജ് വീണ്ടും ഉയർത്തി അദ്ദേഹം കേരളം മാത്രമല്ല ഡൽഹിയിലേക്കും പറക്കാൻ സാധ്യതയുള്ള ഒരാളായിട്ടാണ് ഞാൻ കാണുന്നത്. മുമ്പ് നരേന്ദ്രമോദി എങ്ങനെയാണ് ഗുജറാത്തിൽ പിടിച്ചത് തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കാം, പക്ഷെ അദ്ദേഹം പിന്നീട് ഡൽഹിയിലേക്ക് പറന്നു നമുക്കറിയാം. അതേപോലെയുള്ള കഴിവുള്ള ഒരാളാണ് അദ്ദേഹം. ഒരു 5 വർഷത്തേക്കുള്ള വിഷൻ അല്ല അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ഒരു വലിയ കാലത്തേക്കുള്ള വിഷനാണ് അദ്ദേഹം. അത് എല്ലാ കാലത്തും ഇവിടെ UDF ഭരണം ഉറപ്പിക്കാനുള്ള വിഷനായിരിക്കും എന്നുള്ളതാണ് സത്യത്തിൽ. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു മുഖ്യമന്ത്രിയായിരിക്കും അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാത്ത MLA-മാരും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാത്ത മന്ത്രിമാരും എല്ലാം തന്നെ നാളത്തേക്ക് VD സതീശനോടൊപ്പമായിരിക്കും. മാത്രമല്ല ഘടകകക്ഷികളുടെ MLA മന്ത്രിമാരൊക്കെ തന്നെ അവരുടെ MLA-മാരും ആരുടെ കൂടെ ഉണ്ട്? VD സതീശന്റെ കൂടെ ഉണ്ട്. അത് ഏകദേശം തുല്യമായിട്ടുണ്ടല്ലോ. 63 പേരല്ലേ കോൺഗ്രസിലുള്ളൂ, ബാക്കി 40 പേർ അപ്പുറത്തല്ലേ. അപ്പൊ അവരെല്ലാവരും തന്നെ വളരെ ശക്തമായ രൂപത്തിൽ ഉണ്ടാവും. അതിന്റെയൊക്കെ തെളിവാണ്, എല്ലാരും കൂട്ടിവെച്ചിപ്പിച്ച തെളിവാണ്. പിണറായി വിജയൻ വന്നിരിക്കുന്നു, BJP നേതാവ് രാജീവ് വന്നിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം വളരെ ക്ലിയർ ആണ്. ആ മെസ്സേജ് വളരെ ക്ലിയർ ആണ്. കാരണം എല്ലാവരും വരണമെങ്കിൽ VD സതീശൻ ഒരു ഏറ്റുമുട്ടുന്ന ആളല്ല. അദ്ദേഹം എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കേരളത്തിന് വികസനമാണ് ഉദ്ദേശിക്കുന്നത്. കേരളം വലിയൊരു ലെവലിലേക്ക് ഉയരണം, അതിനുള്ള പറ്റിയ സ്ഥലമാണ് കേരളം. അത്രയും ശക്തമായ ലിറ്ററസിയിലെ മുൻപന്തിയിൽ, വിവരത്തിന് മുന്നിൽ പ്രാക്ടിക്കലായ അറിവിന്റെ MSW അടക്കം 2 മാസ്റ്റർ ഡിഗ്രി ഉള്ള ഒരു മുഖ്യമന്ത്രിയാണ്. അതാണ് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത. MSW അടക്കം 2 മാസ്റ്റർ ഡിഗ്രി ഉള്ള ഒരു ആൾ കൂടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി. എന്തായാലും കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിക്ക് കേരളത്തിന് ഇന്ന് വരെ കാണാത്ത ഒരു ദിശാബോധം നൽകി വികസനത്തിന്റെ പാതയിൽ, പുരോഗമനത്തിന്റെ പാതയിൽ അദ്ദേഹത്തിന് കേരളത്തെ നയിക്കാൻ കഴിയട്ടെ. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും.